നമസ്കാരം. ഞാൻ KX സെബാസ്റ്റ്യൻ, കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി. 2 വൈസ് പ്രസിഡന്റുമാരാണ് കൂടെയുള്ളത്. രാധാകൃഷ്ണൻ, ജോർജ് അലക്സാണ്ടർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ വിജയ്. ഈ മാസം 19, 20 സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. കേരളത്തിലെ ചെമ്മീൻ, മത്സ്യ കർഷക മേഖല, ജലകൃഷി മേഖല ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ വിഷയത്തിൽ കേരള സർക്കാരിന് സംഘടന സമർപ്പിച്ച നിവേദനത്തിന്മേൽ നടപടിയോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ സമരത്തിനായി ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടുള്ളത്. മത്സ്യകൃഷി മേഖല ഉൽപാദന മേഖലയാണ്. നമ്മൾ കേരളീയർ ഭൂരിഭാഗം ജനങ്ങളും മത്സ്യം കഴിക്കുന്നവരാണ്. എന്നാൽ നമ്മളുടെ പ്രതിദിന ആവശ്യത്തിന് മതിയായ മത്സ്യോൽപാദനം ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ നിന്നും ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മത്സ്യം ഏതാണ്ട് 1500 ടണ്ണാണ്. എന്നാൽ കേരളത്തിൻ്റെ ഒരു ദിവസത്തെ മത്സ്യാവശ്യം 2500 ടണ്ണാണ്. ബാക്കി, അതായത് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഈ മത്സ്യങ്ങളാകട്ടെ വേണ്ടത്ര ഗുണമേന്മ ഇല്ലാത്തതും ഫോർമാലിൻ, അമോണിയ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ചേർത്ത മത്സ്യമായതുകൊണ്ട് അത് മനുഷ്യന് ആരോഗ്യത്തിന് വളരെ ഭീഷണി ഉയർത്തുന്നു. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മേഖല ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല. ഇടയ്ക്കൊക്കെ പോയി പരിശോധന നടത്തി ചില ലാബ് റിപ്പോർട്ടുകൾക്ക് പ്രസിദ്ധീകരിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള മത്സ്യം, ഗുണമേന്മയില്ലാത്ത മത്സ്യം കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അത് ഇവിടുത്തെ വിൽപ്പന തടയുന്നതിന് വേണ്ടത്ര ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന ഡിമാൻഡ് അതാണ്, അത് തടയുക. അതോടൊപ്പം തന്നെ മത്സ്യകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം, അതായത് കേരളത്തിലെ മത്സ്യകർഷകർ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം, അതിന് ഉൽപ്പാദന ചെലവിന് അനുസൃതമായി വില കിട്ടാനുള്ള സംവിധാനം വേണം. അത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റിംഗ് സംവിധാനം വേണം. ഇതൊന്നും ഇപ്പം നിലവിലില്ല. അപ്പോൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന മത്സ്യം വിലക്കുറച്ച് ഇവിടെ വിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഗുണമേന്മയുള്ള മത്സ്യത്തിന് കർഷകന് ശരിയായ വില കിട്ടാതെ പോകുന്നു. അപ്പോൾ ഇതിൽ സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണം. പല പദ്ധതികളും JMK പദ്ധതിയിൽ, അതായത് ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലും അഡാക്കിൻ്റെ പദ്ധതിയിലും മത്സ്യകൃഷി നടത്തി അവർക്ക് കിട്ടേണ്ട സബ്സിഡിയും കഴിഞ്ഞ 1 വർഷമായിട്ടും അവർക്ക് കിട്ടാതെ വന്നുകൊണ്ട് വീണ്ടും അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ സംജാതമായിരിക്കും. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി സ്വീകരിക്കണം. അവർക്ക് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സബ്സിഡി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. മറ്റൊന്ന്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വേലിയേറ്റമാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലായി ചെമ്മീൻകെട്ടുകൾ, പരമ്പരാഗത ചെമ്മീൻകെട്ടുകൾ ഇതുമൂലം വൻ പ്രതിസന്ധിയിലാണ്. അതായത് ഉയർന്ന വേലിയേറ്റം ഉണ്ടാകുന്നതോടുകൂടി പുറഞ്ചിറകൾ കവിഞ്ഞ് വെള്ളം കയറി കെട്ടിനുള്ളിലെ, ഫാമിനുള്ളിലെ മത്സ്യങ്ങളും മറ്റും പുറത്തേക്ക് ഒഴുകിപ്പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇത് തടയണമെങ്കിൽ പുറഞ്ചിറകൾ 1 മീറ്ററെങ്കിലും ഉയർത്തിപ്പണിയാനുള്ള നടപടി ഉണ്ടാകണം. അത് കർഷകരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ സഹായം അല്ലെങ്കിൽ പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ, അതായത് കാലാവസ്ഥ വ്യതിയാനം പോലെ ഉണ്ടായിട്ടുള്ള ഈ ഭവിഷ്യത്തുകൾ തടയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഞങ്ങൾ നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊക്കാളി മേഖലയിൽ, ആലപ്പുഴ,
എറണാകുളം തൃശ്ശൂർ മേഖലയിൽ പൊക്കാളി മേഖലയിൽ പരമ്പരാഗത രീതിയിൽ ചെയ്തു വരുന്ന മത്സ്യകൃഷിക്ക് ഇപ്പോൾ 5 മാസത്തെ ലൈസൻസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തത്വത്തിൽ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് 6 മാസം മത്സ്യകൃഷിയും 6 മാസം നെൽകൃഷിയും. അപ്പോൾ 6 മാസത്തേക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ലൈസൻസ് തരണമെന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത്. അതും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ നടപടിയിലേക്ക് വന്നിട്ടില്ല. എത്രയും വേഗം കാര്യത്തിൽ നടപടി ഉണ്ടാകണം. അക്വകൾച്ചർ ലൈസൻസ്, അതായത് 1 വർഷം മുഴുവൻ കൃഷി ചെയ്യാനുള്ള മത്സ്യകൃഷി ചെയ്യാനുള്ള ലൈസൻസ് കർഷകർക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അതിനുവേണ്ടി നിവേദനങ്ങൾ നടത്തിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ സംഘടന ചെമ്മീൻ മത്സ്യകൃഷിക്കാരുടെ മാത്രമല്ല, അലങ്കാര മത്സ്യകൃഷി, കല്ലുമ്മക്കായി തുടങ്ങിയ ജലകൃഷി മേഖലയിലെ മുഴുവൻ കർഷകരെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അലങ്കാര മത്സ്യകൃഷിക്ക് ഇവിടെ വലിയ സാധ്യതയുണ്ട്. ആ മേഖല വേണ്ട വിധം പരിപോഷിച്ച് അതിൻ്റെ ഇപ്പോൾ കാവിൽ എന്ന് പറഞ്ഞൊരു ഒരു സർക്കാർ ഏജൻസിയാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഈ കർഷകരിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച മത്സ്യം ശേഖരിച്ച് അത് സ്വദേശ വിപണിയിലും വിദേശത്തും മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്.